الحمدلله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളുടെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൂടും കുറയും എന്ന് പറയുമ്പോൾ കുറയുന്ന സന്ദർഭത്തിൽ കൂടാനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഓരോ സത്യവിശ്വാസിയും സ്വീകരിക്കണം, അതിനുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന അതിമഹത്തായ സന്ദേശം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉപദേശത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബികളുടെ ജീവിതം മുന്നോട്ട് പോകവേ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം യഅ്നിനിൽ ലദീന ആമനു അൻ തഹ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് അലം യഅ്നിനിൽ ലദീന ആമനു അൻ തഹ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലേക്കും അവർക്ക് അവതരിച്ച് കിട്ടിയിട്ടുള്ള സത്യത്തിലേക്കും കീഴൊതുങ്ങുവാൻ സമയമായില്ലയോ എന്ന്. കീഴൊതുങ്ങിയ സത്യവിശ്വാസികളായ ആളുകളോടാണിത് പറയുന്നത്. ദീനിയായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകവേ ദുന്യവിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്കൊക്കെ അല്പം ശ്രദ്ധ പോവുകയും ദീനിയായ കാര്യങ്ങളിൽ നിന്ന് അശ്രദ്ധമാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ആയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. അലം യഅ്നിനിൽ ലദീന ആമനു അൻ തഹ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളാൻ, അതിലേക്ക് അവരുടെ ഹൃദയങ്ങൾ തിരിച്ചു വെക്കാൻ സമയമായില്ലയോ എന്ന്. വലിയ ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പ് സത്യവിശ്വാസികൾക്ക് ഇതിലുണ്ട്. വിശുദ്ധ റമളാനും അത് കഴിഞ്ഞ് വളരെ സുപ്രധാനമായ 6 നോമ്പുമൊക്കെ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുകൊണ്ടിരിക്കെ സത്യവിശ്വാസികളായ നമ്മൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ അശ്രദ്ധയിലേക്ക് പോയപ്പോൾ
റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് അങ്ങനെ പറഞ്ഞുവെങ്കിൽ നമ്മളോടൊക്കെ എത്ര ശക്തമായ താക്കീതായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഈ ആയത്ത് അതിശക്തമായ ഒരു താക്കീതായി നമ്മൾ കാണേണ്ടതുണ്ട്. എല്ലാമായി സ്വർഗം ഉറച്ചു, ഇനി ഞാൻ മരിച്ചു കിട്ടിയാൽ മതി എന്ന മിഥ്യാധാരണയിൽ ഒരിക്കലും സത്യവിശ്വാസികൾക്ക് മുന്നോട്ട് പോയി കൂടെ. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. മരണം വരെ മുസ്ലിമായി റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് തഖ്വയിൽ വർധനവുണ്ടായിക്കൊണ്ട് അമലുകളിൽ ഇബാദത്തുകളിൽ വർധനവുണ്ടായിക്കൊണ്ടാണ് ഒരു സത്യവിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. കാരണം ജീവിതമാകുന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ പരീക്ഷയെ ബെല്ലടിക്കാൻ ഓരോ ദിവസവും ആഴ്ചയും മാസവും വർഷവും കഴിയുമ്പോൾ നമ്മൾ ഖബറിലേക്ക്, ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക്, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. ആ മാറ്റങ്ങൾ വരുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊരു ഹുദ നൽകിയിട്ടുണ്ട്. ഹുദല്ലിൽ മുത്തഖീൻ, 2-ാം അധ്യായമായ സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ അതിൽ യാതൊരു സന്ദേഹവുമില്ല, യാതൊരു സംശയവുമില്ല, അത് സത്യവിശ്വാസികൾക്ക് ഹുദയാണ്. ആ ഹുദയായിരുന്നു റമളാനിൻ്റെ കാരണം. ആ റമളാനിൽ ആ ഹുദ കിട്ടിയതിൻ്റെ പേരിൽ നന്ദി കാണിച്ച നമ്മൾ വർഷം മുഴുവനും ആ വിശുദ്ധ ഖുർആനിൻ്റെ തണലിലായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, 25-ാം അധ്യായമായ സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിൽ നാളെ പരലോകത്ത് സംഭവിക്കുന്ന ഒരു രംഗം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയും, യാ റബ്ബ്, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ സമുദായം, ഇന്ന ഖൗമി, എൻ്റെ സമുദായം, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ വിശുദ്ധ ഖുർആനിനെ അവർ അഗണ്യമായി തള്ളിക്കളഞ്ഞു, ഈ വിശുദ്ധ ഖുർആനിനെ അവർ അവഗണിച്ചു കളഞ്ഞു. ആരെപ്പറ്റിയാ ഇത് പറയുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് നീങ്ങുമ്പോൾ റസൂലുള്ളാഹി ഒരു പ്രസ്താവന നടത്തുകയാണ്. അവരെ നേരെ സ്വർഗത്തിലേക്ക് ആക്കേണമേ എന്നല്ല, അവരോട് പൊറുക്കേണമേ ഒന്നൊന്നുമല്ല. പടച്ചവനെ, വിചാരണ കഴിഞ്ഞ് ഈ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഈ കൂട്ടം കൂടിക്കൊണ്ട് നരകത്തിലേക്ക് നീക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ കത്തിജ്വലിക്കുന്ന നരകത്തിന് അവകാശികളാകാനുള്ള കാരണം ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, അവർ ഈ വിശുദ്ധ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു. അപ്പോൾ സഹോദരീ സഹോദരന്മാരെ, ആ അവഗണന കാണിച്ചവരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് റമളാനിന് ശേഷം വിശുദ്ധ ഖുർആന്റെ പാരായണം വീണ്ടും ആരംഭിച്ചോ? നമ്മൾ നമ്മളോട് ചോദിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉൽ ഖുർആൻ ഫീ കുല്ലി ഷഹർ, എല്ലാ മാസവും അവിടുന്ന് ഖുർആൻ ഓതി തീർത്തിരുന്നു. നമുക്ക് റമളാൻ മാസത്തിൽ ചിലർക്കെങ്കിലും ഒരു പ്രാവശ്യം ഓതി തീർക്കൽ വലിയ പ്രയാസമാണ്. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളുമൊക്കെ പല പ്രാവശ്യം റമളാൻ മാസത്തിൽ ഖുർആൻ ഓതി തീർത്തിരുന്നു. റമളാൻ അല്ലാത്ത മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഏറ്റവും തിരക്കുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ദഅവത്തിൻ്റെ കാര്യങ്ങൾ, അവസാന കാലഘട്ടത്തിൽ ഭരണത്തിൻ്റെ വിഷയങ്ങൾ, ഈ തിരക്കുകൾക്കെല്ലാം ഇടക്ക് നമ്മൾ ആരുടെ പേരിൽ ഷഹാദത്ത് പറയുന്നുവോ ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ഓതി തീർത്തിരുന്നു. അതുകൊണ്ട് റമളാനോടുകൂടി ഖുർആൻ അവിടെ വെക്കാതെ ഉജ്ജ്വലമായ നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള പരലോക വിജയത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ആരെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വീണ്ടും ഖുർആൻ എടുത്ത് സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങണം. ആ ആയത്തുകളുടെ അർത്ഥത്തോടു കൂടിയുള്ള ആപ്പുകൾ നമുക്ക് കിട്ടും, വിശുദ്ധ ഖുർആന്റെ പരിഭാഷകൾ നമുക്ക് കിട്ടും. പാരായണം എന്ന ജീവിതത്തിൻ്റെ ഭാഗമായി എപ്പോഴും ഉണ്ടാകേണ്ട കാര്യത്തോടൊപ്പം പഠനം കൂടി കൂട്ടിച്ചേർത്ത് ആ ഓതുന്ന ഒരൊറ്റ സൂറത്ത്, ഉദാഹരണമായി സൂറത്തുൽ ബഖറ,
നമ്മൾ ആയത്തുകൾ ഓതുന്നു, അർത്ഥവും പഠിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ മറ്റു പല സൂറത്തുകളും ഇമാം ഓതുമ്പോൾ പൂർണ്ണമായ അർത്ഥമല്ലെങ്കിലും അത് പറയുന്നത് ഇന്ന വിഷയത്തെക്കുറിച്ചാണെന്ന് നമുക്ക് തീർച്ചയായും ബോധ്യമുണ്ടാകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, കുട്ടികൾക്കുള്ള CRE ക്ലാസ്സുകൾ, വനിതകൾക്കുള്ള ക്ലാസ്സുകൾ, അവിടെയൊക്കെ എന്താണ് സിലബസ്? എല്ലാ സ്ഥലത്തും വിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് മുഖ്യമായ സിലബസ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇപ്പോൾ പങ്കെടുക്കുന്ന ക്ലാസ് ഏതാ? വിശുദ്ധ ഖുർആൻ സ്ഥിരമായി പഠിക്കാൻ നിങ്ങളുടെ സംവിധാനം ഏതാ എന്ന് ചോദിച്ചാൽ തൃപ്തികരമായ ഉത്തരം പറയാൻ സഹോദരീ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈമാൻ നിലനിർത്തി ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനമായി നമ്മൾ എടുക്കേണ്ട തീരുമാനം വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുക. അതിൻ്റെ പാരായണവും പഠനവുമായി വിശുദ്ധ ഖുർആനുമായുള്ള അഭേദ്യമായ ബന്ധം നമ്മൾ നിലനിർത്തുക. വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള, പ്രവാചക ചര്യയെക്കുറിച്ചുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ അലൽ കിതാബി വസ്സുന്ന, അല്ലാഹുവേ ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ എന്നെ ജീവിപ്പിക്കണമേ. വഅമിത്നി മഅൽ ഈമാനി വത്തൗബ, ഈമാനോടുകൂടി തൗബയോടുകൂടി നീ എന്നെ മരിപ്പിക്കണമേ. ഇത് റസൂലുള്ള പ്രാർത്ഥിച്ചു, നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഖുർആനും സുന്നത്തും അനുസരിച്ച് എന്നെ നീ ജീവിപ്പിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കണമെങ്കിൽ വിശുദ്ധ ഖുർആന്റെ നിരന്തരമായ പാരായണവും പഠനവും നമ്മളോടൊപ്പം ഉണ്ടാകണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞ പ്രഭാതത്തിലെ വിശുദ്ധ ഖുർആന്റെ പാരായണം, മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന ആ പാരായണം, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. യഫിറു ശൈത്താൻ, ശൈത്താൻ വിരണ്ടോടും. അത് റമളാനിലേക്ക് മാത്രം ബാധകമല്ല. അതുകൊണ്ട് ഖുർആനിൻ്റെ ശബ്ദമുള്ള ഒരു വീടായി നമ്മുടെ വീട് മാറാൻ, ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി നമ്മൾ മാറാൻ നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തത്, നമ്മുടെ ജീവിതത്തിൽ റമളാനിൻ്റേതായ ഒരു സുഖം, റമളാനിൻ്റേതായ നമ്മൾ അനുഭവിച്ചൊരു സംതൃപ്തി, ആ സംതൃപ്തിയുടെ തുടർച്ചയ്ക്ക് വേണ്ടി 6 നോമ്പ് നമ്മളോടൊപ്പമുണ്ട്. 6 നോമ്പ് ഒരുപക്ഷെ റമളാനിൻ്റെ തുടർച്ചയായി 6 നോക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമളാന, റമളാനിൽ ഒരാൾ നോമ്പ് നോറ്റു, സുമ്മ അത്ബാഹു, പിന്നീട് അതിനെ തുടർത്തി 6 മിൻ സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് 6. അപ്പോൾ ശവ്വാൽ മാസത്തിൽ നിന്ന് 6 നോറ്റാൽ മതി. ആദ്യത്തെ 6 ദിവസം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് 6 നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടതില്ല. സഹോദരിമാർക്കൊക്കെ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പും പൂർണ്ണമായും നോൽക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ആ ഫർള് നോമ്പ് പൂർത്തിയാകുമ്പോൾ മൻ സ്വാമ റമളാന, റമളാനിലെ നോമ്പ് പൂർത്തിയാകണമെങ്കിൽ ആ ഫർള് നോമ്പ് പൂർത്തിയാകണം. സുമ്മ അത്ബാഹു, പിന്നീട് അതിനെ തുടർത്തി സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് 6. അതുകൊണ്ട് ആ 6 നോമ്പ് നിർബന്ധമല്ല. എന്നാൽ ആ 6 നോമ്പ് കൂടി ഇതിനോട് ചേർത്താൽ സിയാമി ദഹർ, വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം നമുക്ക് ലഭ്യമാകും. ആ നോമ്പ്, അപ്പം നോമ്പിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. നോമ്പ് വല്ലാത്ത പ്രയാസമായി പോയി, നോമ്പ് കഴിഞ്ഞു, എത്ര പെട്ടെന്നാ കഴിഞ്ഞത്, ഒരു പ്രയാസവും വേണ്ട. 6 നോമ്പുണ്ട്. 6 നോമ്പ് കഴിയുമ്പോഴേക്കും തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, 13, 14, 15 അയ്യാമുൽ ബീലിൻ്റെ നോമ്പുണ്ട്. അപ്പോൾ ആ നോമ്പിൻ്റേതായൊരു അന്തരീക്ഷം ഈ കഠിന വേനലിലും റബ്ബിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ റമളാനിലെ നോമ്പ് നോറ്റുവെങ്കിൽ അള്ളാഹു അത് പൂർണ്ണമായും സ്വീകരിച്ച് പ്രതിഫലം നൽകുമാറാകട്ടെ. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ നിർത്തിയാൽ അടുത്ത റമളാനിനെ ഇനി തുടങ്ങാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ തീന്മേശകളിൽ ഒരു ചർച്ച, നമുക്കെല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോറ്റാലോ, നമുക്കെല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോറ്റാലോ, 13, 14, 15 അയ്യാമുൽ ബീല് നോറ്റാലോ, 6 നോമ്പ് ഇനി നമുക്ക് എടുത്തുകൂടെ. തുടങ്ങിയ സ്വർഗത്തിന് വേണ്ടിയുള്ള, നരകരക്ഷയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നമ്മുടെ വീടുകളിൽ, സ്വർഗത്തിൽ ഒരു വീടുണ്ടാകാൻ, സ്വർഗത്തിൽ കുടുംബസമേതം എത്താനുള്ള ചർച്ചകൾ, അഥവാ നോമ്പിൻ്റേതായൊരു അന്തരീക്ഷം
നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ സുന്നത്ത് നോമ്പുകളാകുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യണം. നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് പേടിയാകും, ഇതെങ്ങാനും ഓഫായി പോയാലോ. പെട്ടെന്ന് നമ്മൾ ചാർജ് ചെയ്യും. അതേപോലെയാണ് നമ്മുടെ ഈമാൻ വർധനവിന് വേണ്ടി ആവശ്യമായ ചാർജിങ് ഉണ്ടാകണം. ആ ചാർജിങ്ങിന് പുറത്തുനിന്നൊന്നും നമുക്ക് വേണ്ട. ആരെങ്കിലും എഴുതി വെച്ച ഒരു മാല കിതാബും നമുക്ക് വേണ്ട. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാം അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാം നമ്മോടൊപ്പമുണ്ട്. വഹി തന്നെയായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അഥവാ സുന്നത്തും നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് വദക്കിർ ഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, സൂറത്തു ദാരിയാത്തിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ അവരെ ഉത്ബോധിപ്പിക്കണം, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഖുർആനിൻ്റെ ആയത്തുകൾ ഇട്ട് കൊടുക്കണം, എന്നിട്ട് അവരെ ഉറങ്ങിക്കിടക്കുന്ന അവരൊന്ന് ഉണർത്തണം. ഇത് ജീവിതമാണ്, ഇത് പരീക്ഷണമാണ്, മരണം വരാനുണ്ട്. യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തണം. ഹബീബായ റസൂലുള്ളയെ കാണണം, അമ്പിയാക്കന്മാരെ കാണണം, അവരോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കണം. അതുകൊണ്ട് അവരെ വദക്കിർ, നീ ഉത്ബോധിപ്പിക്കണം. ഫഇന്ന ദിക്റ, തീർച്ചയായും ഉത്ബോധനം എന്ന് പറയുന്നത് തൻഫഉൽ മുഅ്മിനീൻ, എല്ലാവർക്കും അത് ഫലപ്പെടില്ല. ഈമാനുള്ളവർ ആ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വിറക്കും, കണ്ണുകൾ നനയും. അറിയാതെ പടച്ചവനെ എന്നെ സ്വർഗത്തിൽ എത്തിക്കണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് അറിയാതെ അവർ പ്രാർത്ഥിച്ചു പോകും. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ, നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ദീനിയായ ഉത്ബോധനങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പീസ് റേഡിയോ പോലെയുള്ള നേരെ നമ്മൾ മൊബൈലിലേക്ക് ചെന്ന് പീസ് ഒരു ഗ്യാപ്പ് റേഡിയോ എന്നടിച്ചാൽ 24 hours 24 മണിക്കൂറും നമുക്ക് ദീനിയായ കാര്യങ്ങൾ വ്യത്യസ്തമായ പരിപാടികളിലൂടെ മ്യൂസിക് ഇല്ലാതെ ഒരു റേഡിയോക്ക് വിജയിക്കാൻ കഴിയുമെന്ന് മലയാളി ലോകം തെളിയിച്ച ആ പീസ് റേഡിയോ, നമ്മുടെ മകൾ ഗൾഫിലാണെങ്കിലും ഏത് ഹോസ്റ്റലിലാണ് നമ്മൾ മകൻ പഠിക്കുന്നെങ്കിലും, മോനെ അതൊന്ന് കേൾക്കണം. റേഡിയോക്ക് വേണ്ടിയുള്ള പബ്ലിസിറ്റി അല്ല, ദീനിന് വേണ്ടിയുള്ള, ദീനി പഠനത്തിന് വേണ്ടിയുള്ള അങ്ങനെ ഇഷ്ടം പോലെ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ദിക്ർ, ഉത്ബോധനം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, നല്ല സഹവാസം. നമ്മൾ ആരുമായി സഹവസിക്കുന്നു, ആ സഹവസിക്കുന്നതാണ് നമ്മുടെ വ്യക്തിത്വം. നമ്മൾ സഹവസിക്കുന്നത് മദ്യപാന സ്വഭാവമുള്ളവരോടൊപ്പമാണോ? നമ്മൾ സഹവസിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോടൊപ്പമാണോ? നമ്മൾ സഹവസിക്കുന്നത് ദീനിനെ വില കൊടുക്കാതെ ദീനീ കാര്യങ്ങളെ പരിഹസിക്കുന്നവരോടൊപ്പമാണോ? എങ്കിൽ ആ അസുഖം അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്കും വരും. നമുക്ക് വേണ്ട സഹവാസം 2 ദിവസമായി സുബൈക്ക് കാണുന്നില്ലല്ലോ എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു സുഹൃത്തിനെയാണ് നമുക്ക് ആവശ്യം. അത്തരം ആളുകളോടൊപ്പമാണ് നമുക്ക് വിനോദയാത്ര പോകാനുള്ളത്. അങ്ങനെ നമ്മളുടെ വൃത്തം ഒരു തേങ്ങ, ആ തെങ്ങിൽ നിന്നും ശക്തമായി താഴെ വീണു. പക്ഷേ ആ തേങ്ങക്കുള്ളിലുള്ള വെള്ളം പുറത്തു വരുന്നില്ല. എന്താണ് കാരണം? ആ തേങ്ങയുടെ പുറത്ത് നമുക്ക് ചുരണ്ടിയാൽ കിട്ടാത്ത ഒരു ശക്തമായ കോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ചകിരിയുണ്ട്, ആ ചകിരിക്കുള്ളിൽ ചിരട്ടയുണ്ട്, ആ ചിരട്ടക്കുള്ളിൽ തേങ്ങയുണ്ട്, ആ തേങ്ങക്കുള്ളിലാണ് വെള്ളമുള്ളത്. ഇതുപോലെ നമ്മൾ എവിടെയും നമ്മളുടെ ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു സംരക്ഷണ കവചം നമുക്ക് ആവശ്യമാണ്. നല്ല സുഹൃത്തുക്കൾ, സലാം പറയുന്ന സുഹൃത്തുക്കൾ, തെറ്റായൊരു ദിശയിലേക്ക് പോകുമ്പോൾ അത് വേണ്ട. പലിശ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചാലോ. ഇനി ഒരു രണ്ടാമത്തെ ഒരു ഷോറൂം തുടങ്ങില്ല എന്നല്ലേ വരുള്ളൂ. ഇനി അങ്ങനെ തുടങ്ങിയിട്ട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ ബാങ്കിൽ കയറി ഇറങ്ങണോ? നീ ഒന്ന് ചിന്തിക്ക് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ തിന്മയിലേക്ക് പോകുമ്പോൾ നമ്മളെ തടയുന്ന, നന്മകൾക്ക് വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലൊരു ഉംറ ചെയ്താലോ. നമ്മൾ കുറേ ഇങ്ങനെ ടൂറ് പോകുന്നുണ്ട്, ഒരു ഉംറയെ പറ്റി നീ ഒന്ന് ആലോചിക്ക് എന്ന് നമ്മളോട് പറയുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ സംരക്ഷണ കവചം നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ആ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും, അവൻ്റെ അഭിപ്രായത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അങ്ങനെ നേടിയെടുത്തത് നിലനിർത്താനുള്ള ശക്തമായ ആഗ്രഹം നമുക്കുണ്ട്.
അതിനു വേണ്ടിയുള്ള പ്രായോഗികമായ കാര്യങ്ങൾ ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കിയും സംതൃപ്തകരമായൊരു ജീവിതം നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ ബോധപൂർവം നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആ വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായമായ സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വജ്നുബിനി വബനിയ അൻ അബ്ദൽ അസ്നാം. റബ്ബേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. ഇങ്ങനൊരു ദുആ നമ്മുടെ നാട്ടിലൊരു വയലിന് ഒരു പണ്ഡിതൻ ദുആ ചെയ്താൽ നമ്മുടെ അഭിപ്രായം എന്തായിരിക്കും? എന്തിനാണ് ആവശ്യമില്ലാത്തൊരു പ്രാർത്ഥന? ഇവിടെ മുസ്ലിങ്ങൾ ആരെങ്കിലും വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ടോ എന്നായിരിക്കാം. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹാരാധനക്കെതിരെ പൊരുതിയ, വിഗ്രഹാരാധകനായ ആസർ എന്ന് വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ പിതാവിനോട് വിഗ്രഹാരാധനയുടെ പേരിൽ അഭിപ്രായ വ്യത്യാസത്തിലാവുകയും വീട്ടിൽ നിന്ന് എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്ത മഹാനായ പ്രവാചകനാണ്. ജനങ്ങളിലേക്കിറങ്ങി വിഗ്രഹാരാധനയെ, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർക്കെതിരിൽ പൊരുതിയ മഹാനാണ്. ആ മഹാൻ അവിടുത്തെ ഒരു ആവശ്യം റബ്ബിനോട് പറയുന്നു. റബ്ബേ, വജ്നുബിനി വബനിയ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും നീ കാത്തുരക്ഷിക്കണം. അന്ന അബ്ദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന്. ഇവിടെ സഹോദരങ്ങളെ, ഇവിടെയാണ് വിഗ്രഹം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കെട്ടിയുണ്ടാക്കിയ, നിർമ്മിച്ചുണ്ടാക്കിയ ഒരു വിഗ്രഹത്തിൻ്റെ ചിത്രം വരും. അവിടെ നമ്മളാരും പോകുന്നില്ലല്ലോ, അവിടെ മുസ്ലിങ്ങളാരും പോകുന്നില്ലല്ലോ എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തി ചുരുങ്ങിയത് 3 ഇലാഹിനെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ആ വിഗ്രഹം, അതിനെ ബഹുമാനിച്ചും ആദരിച്ചും വളരെ കൂപ്പുകയോടുകൂടിയാണ് അതിനെ കാണുന്നത്. ഒരു പൊടിപടലം പോലും അവിടെ വീണാൽ അതെടുത്തു മാറ്റാനുള്ള ആദരവ് കാണാം. അപ്പോൾ ആ വിഗ്രഹം, അല്ലെങ്കിൽ ആ കുരിശ്, അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന ആ വസ്തു ഇലാഹാണ്. 2, ആ വിഗ്രഹം പ്രതിദാനം ചെയ്യുന്ന ആരെങ്കിലും ഒന്നുണ്ടാകും. ഒരു വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ ആ വിഗ്രഹത്തിനൊരു പേരുണ്ടാകും. ആ പേരുള്ള വ്യക്തി ആരാണോ ആ വ്യക്തി 2ാമത്തെ ഇലാഹാണ്. പിന്നെ ആ വിഗ്രഹാരാധന ചെയ്യുന്ന വ്യക്തിയോട് സംസാരിക്കുക. അത് നിങ്ങളൊക്കെ പറയുന്ന പടച്ചോനില്ലേ, ആ പടച്ചവൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ആരാധിക്കുമ്പോൾ നിങ്ങളെ പറയുന്ന പടച്ചവനിലേക്ക് ഞങ്ങൾ ഈ ആരാധിക്കപ്പെടുന്ന വ്യക്തി ഞങ്ങളെ അടുപ്പിക്കും, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അപ്പോൾ 3ാമത്തെ ഇലാഹ് പടച്ചോനാണ്. ഒരു കുരിശിനെ ആരാധിക്കുന്ന വ്യക്തി ചുരുങ്ങിയത് 3 ഇലാഹിനെ ഉണ്ടാക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് പഠിപ്പിച്ചു. ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാനും ഖബറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. എന്നാൽ അതിനെ ക്രൈസ്തവ യഹൂദ സമൂഹം ദുർവ്യാഖ്യാനം ചെയ്തു. ഖബറിനെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി. ഖബറിൻ്റെ അടുത്തേക്ക് പോയി അവിടെയുള്ളവരോട് പ്രാർത്ഥിക്കുന്ന, അത് കെട്ടിപ്പൊന്തിക്കുന്ന, അവിടെ ആഘോഷമാക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കി. അപ്പോൾ ഒരു ഖബറിൻ്റെ അടുത്ത് പോയി റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പച്ചവിരിച്ചും നിലവിളക്ക് വെച്ചും തവാഫ് ചെയ്തുമൊക്കെ ഒരു ഖബറിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ വ്യക്തിയും ചുരുങ്ങിയത് 3 ഇലാഹിനെ ഉണ്ടാക്കുന്നു. ഒന്ന്, ആ കെട്ടിപ്പൊന്തിച്ച ഖബർ എത്ര ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടിയാണ് കാണുന്നത്. 2, ആ ഖബറിൽ മരിച്ചു കിടക്കുന്ന മഹാൻ 2 ഇലാഹായി. 3, ഇനി ചോദിച്ചാൽ പറയും നിങ്ങളൊക്കെ പറയുന്ന പടച്ചോനെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, പിന്നെ എന്തിനാ? ഇവരോട് പറഞ്ഞാൽ ഇവർ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും, ശുപാർശ ചെയ്യും. അപ്പൊ 3ാമത്തെ ഇലാഹ് പടച്ചോൻ. നമ്മുടെ വിശ്വാസം എന്താ? ലാ ഇലാഹ, ഒരൊറ്റ ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. അപ്പോൾ വിഗ്രഹാരാധന, ആ വിഗ്രഹത്തെ ഒഴിവാക്കണം, വിഗ്രഹം പ്രീത വ്യക്തിയെയും ഒഴിവാക്കണം. അതേപോലെ തന്നെ ആ ഖബറിനെ ഒഴിവാക്കണം, ഖബർ പ്രദാനം ചെയ്യുന്ന വ്യക്തിയെയും ഒഴിവാക്കണം. ഏത് വിഷയത്തിൽ? ഇലാഹിന്റെ വിഷയത്തിൽ. ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ.
അതുകൊണ്ടാണ് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ മനസ്സുകളിൽ എത്ര കൽബുകളിൽ എത്ര ഇലാഹുകളാണ്. കുല്ല ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി മിൻ ദൂനില്ലാഹ് ഫഹുവ സനമുക, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഏതൊന്നിനെ ആശ്രയിക്കുന്നുവോ അവലംബിക്കുന്നുവോ അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. അപ്പോൾ കെട്ടിയുണ്ടാക്കിയതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മാത്രമല്ല വിഗ്രഹാരാധനയാവുക. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ രക്ഷിക്കും, നമുക്ക് അവലംബം നൽകും, നമുക്ക് അഭയം നൽകുമെന്ന് നമ്മൾ ആരെപ്പറ്റി വിചാരിക്കുന്നുവോ അത് നമ്മുടെ മനസ്സിലുള്ള വിഗ്രഹമാണ്. ഒരു വ്യക്തി മുഹമ്മദ് നബിയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വ്യക്തി വിഗ്രഹാരാധകനാണ്. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വിഗ്രഹം അവൻ ഉണ്ടാക്കിയിട്ടില്ല, ചിത്രമുണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവന്റെ മനസ്സിൽ എന്നെ രക്ഷിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കഴിയും. പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയെ ആ വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹിയെ വിഗ്രഹമാക്കി അവന്റെ കൽബിൽ വെച്ചിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധ്യനില്ല. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെയേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോടേ ഞങ്ങൾ സഹായം തേടൂ. മുഹമ്മദ് റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ തകരാറല്ലത്, റസൂലുള്ളാഹിയുടെ വില കുറഞ്ഞു പോകുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഞാനും നിങ്ങളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് നീ ബറക്കത്ത്, റസൂലുള്ളാഹിക്ക് നീ അനുഗ്രഹം ചൊരിയണേ. പിന്നെ എങ്ങനെയാ റസൂലെ അനുഗ്രഹിക്കണേ എന്ന് പറയാം? റസൂലുള്ളാഹിയെ അനുഗ്രഹിക്കണേ. ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും അനുഗ്രഹം ചെയ്തതുപോലെ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ. ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയാ മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറയുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രാർത്ഥന, വജുനുബിനി വബനിയ അൻ അബ്ദുൽ അസ്നാം, പടച്ചവനെ എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം. ഇനി പച്ചയായ വിഗ്രഹാരാധനകൾ മുസ്ലിം സമൂഹത്തിൽ ഈ ഇന്ത്യയെപ്പോലെ രാജ്യങ്ങളിൽ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിൽ അത്തരം കേന്ദ്രങ്ങളിൽ വരെ പോയി ആരാധന നടത്തുന്ന പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളെ വരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. വജുനുബിനി വബനിയ അൻ അബ്ദുൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. 14-ാം അധ്യായത്തിലെ 35-ാമത്തെ ആയത്ത് നോക്കി നമ്മളെല്ലാവരും ഈ പ്രാർത്ഥന കാണാതെ പഠിക്കണം. സഹോദരീ സഹോദരങ്ങളെ, നാം നിലനിൽക്കുന്ന ഈ രാജ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. അടുത്ത വെള്ളിയാഴ്ച നമ്മളിൽ പലരും ജുമഅക്ക് വരുന്നത് വോട്ട് ചെയ്തിട്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്. കാരണം ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഔദ്യോഗികമായ മതമില്ല, ഔദ്യോഗികമായ മതചിഹ്നങ്ങളില്ല. എല്ലാ മതക്കാർക്കും ആ മതമനുസരിച്ച് ജീവിക്കാൻ, അത് അനുഷ്ഠിക്കാൻ, അത് പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ സിവിൽ നിയമങ്ങൾ ശരീഅത്ത് നോക്കിയിട്ടാണ്. കോടതി പോലും ഖുർആനിൽ എന്ത് പറഞ്ഞു, പ്രവാചക ചര്യയിൽ എന്ത് പറഞ്ഞു എന്നാണ് കോടതി പോലും നോക്കുന്നത്. അതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ. എന്നാൽ അത് ഒഴിവാക്കി ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് വരണം എന്ന് പറയുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സത്യവിശ്വാസികളായ നമ്മുടെ ബാധ്യത, അതോടൊപ്പം മതേതര വിശ്വാസികളുടെ, മതേതരത്വത്തെ അംഗീകരിക്കുന്നവരുടെ ബാധ്യത, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ മതേതര ഇന്ത്യ മുന്നോട്ട് പോകണോ അതോ ആ മതേതര ഇന്ത്യയുടെ അന്ത്യം കുറിക്കണമോ എന്ന് തീരുമാനിക്കാൻ സാധ്യതയുള്ള സുപ്രധാനമായൊരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ സമ്മതിദാന അവകാശം ഉപയോഗിക്കുക എന്നതാണ്. എല്ലാവരും വോട്ട് ചെയ്യണം. നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരോടും വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടണം. ഇതൊരു ബാധ്യതാ നിർവഹണമാണ്. അത് വൈകിപ്പിക്കുകയല്ല. നേരത്തെ ജുമഅക്ക് മുമ്പ് തന്നെ, സുബഹി നമസ്കരിച്ച് തന്നെ വോട്ട് ചെയ്യുക, വൈകിപ്പിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാവരും, നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലുമുള്ള എല്ലാവരും
വോട്ട് ഉപയോഗിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ബാധ്യത നിർവഹിച്ചു. പക്ഷേ അതിനപ്പുറത്ത് റബ്ബിനോടുള്ള പ്രാർത്ഥന, ഈ രാജ്യത്തിന്റെ സുരക്ഷിതമായ മുന്നോട്ട് പോക്കിന് വേണ്ടി റബ്ബിനോടുള്ള പ്രാർത്ഥന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അല്ലാഹുവേ, നിർഭയത്വമുള്ള ഒരു നാടായി ഈ നാടിനെ നീ മാറ്റേണമേ. കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് വർഷങ്ങളോളം പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രയാസങ്ങളെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ ഏതാനും വർഷങ്ങൾ ഉണ്ടാകുന്ന പ്രയാസമൊന്നും ഒരു പ്രയാസമല്ല. ശക്തമായ ധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അതെ, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യത്തെ ഒഴിവാക്കുന്നു. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല മുകളിലുണ്ട്. ആ റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കിരാതമായ പല ഭരണങ്ങൾക്കും അന്ത്യം കുറിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതിന് യോഗ്യത തേടാനുള്ള യോഗ്യത നമ്മൾ നേടുകയും റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പല സഹോദരങ്ങളും പ്രത്യേകിച്ച് UAE-യിലെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടാവുകയും പല സഹോദരങ്ങളും അവരുടെ റൂമുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ട അവസ്ഥയിലാണുള്ളത്. പലപ്പോഴും നാട്ടിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവരുടെ ഫോൺ കൊണ്ട് പൊറുതിമുട്ടും. എന്താണ് പ്രയാസം, ഏത് നമ്പറിലാണ് പണം അയക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സഹോദരങ്ങൾ, അവർക്കൊരു പ്രയാസമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയാസം സഹിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കുടുംബങ്ങൾക്കും ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. വമ്പിച്ച അപകടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് ദീനനുസരിച്ച് ജീവിക്കുവാനും ദീനീ പ്രബോധനത്തിനുമുള്ള സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, വർഗീയ ധ്രുവീകരണം മുഖേന നാട് നശിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അല്ലാഹുവേ, നിന്നോട് തേടാനുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകണമേ. മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. آمين آمين برحمتك يا أرحم الراحمين.